Hello teachers, welcome to Kite Victors. Also welcome to the catered classes. Do you remember the last episode? In the first episode we discussed about methods and approaches. And I had told you there are 14 methods and approaches, and we are coming to the 14th one. And we have partially discussed it. What is the 14th one? Whole language and discourse oriented pedagogy. So what do you mean by whole language and discourse oriented pedagogy? So previously there was a belief that language learning is just like the erecting of a wall. അതാ ഭാഷാ പഠനം എന്ന് പറഞ്ഞാൽ ഒരു മതിൽ കെട്ടും പോലെയാണ്. ആദ്യം ഒരു കല്ല് വെക്കും, പിന്നെ അടുത്ത കല്ല് വെക്കും, പിന്നെ അടുത്ത കല്ല് വെക്കും, അങ്ങനെ ഓരോരോ കല്ല് വെച്ചുകൊണ്ട് മുകളിലോട്ട് പോകും. അങ്ങനെയുള്ളൊരു ബ്രിക്ക് ലേയിങ് പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അത്തരം ബ്രിക്ക് ലേയിങ് പ്രോസസ്സല്ല. ആദ്യം അക്ഷരം, അക്ഷരത്തിൽ നിന്ന് വാക്കുകൾ, വാക്കുകളിൽ നിന്ന് വാക്യങ്ങൾ, വാക്യങ്ങളിൽ നിന്ന് കഥയോ കവിതയോ, ആ തരത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു ഹോൾ ലാംഗ്വേജായ ഒരു കഥയോ ഒരു കവിതയോ ഒരു നാടൻ പാട്ടോ ഒരു ലേഖനമോ ഒരു പത്രവാർത്തയോ അങ്ങനെയുള്ള ഒരു ഡിസ്കോഴ്സ് പഠിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ലാംഗ്വേജ് ഒരു ഹോൾ ആണ്. Whole language hypothesis or whole language approach to language teaches that views language as a meaningful and integrated system. Language is a meaningful and integrated system. It is, so we have a holistic approach about language. We don't want to learn language in a fragmentary form, but we want to learn language in a holistic integrated system. And that holistic integrated system is none other than discourses. What do you mean by discourse? Discourse അല്ലെങ്കിൽ ഭാഷാ വ്യവഹാര രൂപം എന്ന് പറഞ്ഞാൽ എന്താ? Any piece of extended language written or spoken that has unity, that has coherence, that has meaning and purpose can be called as a discourse. അത് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ് ആണ്. കാരണം അതൊരു സ്റ്റോറി ആവാം, കഥയാവാം, കവിതയാവാം, നാടൻ പാട്ടാവാം, അല്ലെങ്കിൽ ഒരു ലേഖനമാവാം, അല്ലെങ്കിൽ ഒരു പത്രവാർത്തയാവാം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആവാം. ഇതിനെയൊക്കെയാണ് ഡിസ്കോഴ്സുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേവലം അക്ഷരങ്ങളോ അക്കങ്ങളോ അല്ലെങ്കിൽ കേവലം ഒരു സെൻറ്റൻസുകളോ മാത്രം പഠിക്കലല്ല, മീനിങ് ഫുള്ളായ ഒരു ഭാഷാ വ്യവഹാര രൂപം. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്നത് കോഗ്നിറ്റീവിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് പെഡഗോജിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഹോൾ ലാംഗ്വേജ് ഹൈപ്പോത്തിസിസിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭാഷാ പഠന രീതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കരിക്കുലം അതാണ് പറയുന്നത്. അപ്പോൾ 14 ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് പോകാം. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, സ്ക്രീനിൽ കാണാൻ കഴിയും. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ direct method and grammar translation method in terms of language teaching is the direct methodum grammar translation methodum തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദർ ആർ 4 ഓപ്ഷൻസ്. എംഫസിസ് ഈസ് ഗിവൺ ടു ഇൻറ്റൻസീവ് റീഡിംഗ്. അതല്ല, ഇൻറ്റൻസീവ് റീഡിംഗ് രണ്ടിലുമില്ല. യൂസ് ഓഫ് നാറ്റീവ് ലാംഗ്വേജ്, ഫോക്കസ് ഓൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, പ്രയോറിറ്റി ഗിവൺ ടു വൊക്കാബുലറി. അത് ഓർമ്മിക്കുക. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ യൂസ് ഓഫ് നാറ്റീവ് ലാംഗ്വേജ്. ഏതിലാണ് നാറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണ്? നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ഘടന പഠിക്കുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഈസ് യൂസ് ഓഫ് നാറ്റീവ് ലാംഗ്വേജ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. Now let us go to the second question. What is the primary focus of structural approach? സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഘടന, ഭാഷയുടെ ഘടന പഠിച്ചുകൊണ്ട് ഭാഷ പഠിക്കുക, അല്ലാണ്ട് ഭാഷയുടെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ട് പഠിക്കുന്നതല്ല. എന്താണ് വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് സ്ട്രക്ചറൽ അപ്രോച്ച്? ഓപ്ഷൻ 1 വൊക്കാബുലറി ബിൽഡിംഗ്, സെക്കൻഡ് 1 ഗ്രാമർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ, തേർഡ് 1 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആൻഡ് ഡി ഈസ് ഡിസ്കോഴ്സ് അനാലിസിസ്. ഇതേതാണ്? അതിൻ്റെ ആൻസർ ഇതാണ്, ഗ്രാമർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ. ഓർമ്മിക്കുക, സ്ട്രക്ചറൽ അപ്രോച്ചിൽ ഗ്രാമറും സെൻറ്റൻസ് സ്ട്രക്ചറും മാത്രമേ പഠിപ്പിക്കൂ. അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ മീനിങ്ങുകളും അതിൻ്റെ ഭാഷാ വ്യവഹാര രൂപങ്ങളൊന്നും പഠിപ്പിക്കില്ല. ഓക്കെ,
Let us go to the third question. The method of teaching where instructors, are instructors, teachers, instructors give commands to students in the target language with the body movements and the students respond with whole body actions. ഇത് പറഞ്ഞു, ടീച്ചേഴ്സ് നിർദ്ദേശങ്ങൾ കൊടുക്കും, ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടികൾ ഫിസിക്കൽ ബോഡി മൂവ്മെൻറ്റ് കാണിക്കണം. അതേതാ, സജസ്റ്റോപീഡിയ ആണോ? അല്ല, ഇതിൽ സജഷൻ ഇല്ല. രണ്ടാമത്തെ TPR ആണോ, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണോ? അതാണ്. കാരണം എന്താ, ടീച്ചർ ഒരു നിർദ്ദേശം കൊടുക്കും, കമാൻഡ് കൊടുക്കും, അതിനനുസരിച്ച് കുട്ടികൾ ബോഡി മൂവ്മെൻറ്റോടുകൂടി ഹോൾ ബോഡി ആക്ഷൻ നടത്തണം. സോ ദെർഫോർ ദ ആൻസർ ഈസ് ഓപ്ഷൻ B, TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഓക്കെ, ഇതാരാ പ്രപ്പോസ് ചെയ്ത ആരാന്നറിയാമല്ലേ? ജെയിംസ് ആഷറാണ് പ്രപ്പോസ് ചെയ്തത്. TPR വാസ് പ്രപ്പോസ്ഡ് ബൈ ജെയിംസ് J. ആഷർ. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും വരാം. ഹൂ പ്രപ്പോസ്ഡ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്? 4 സയൻറ്റിസ്റ്റുകളുടെ പേര് കൊടുക്കും, 4 ലിംഗ്വിസ്റ്റുകളുടെ പേര് കൊടുക്കും. കറക്റ്റ് ആൻസർ എന്താ? ജെയിംസ് J. ആഷർ ഈസ് ദ പ്രൊപ്പോണൻറ്റ് ഓഫ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻ എ ലാംഗ്വേജ് ക്ലാസ് റൂം, ഇങ്ങനെയുള്ള ചിലപ്പോൾ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരും. ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിൽ, ഒരു ഭാഷാ പഠന ക്ലാസ് റൂമിൽ നടക്കുന്ന എന്താ? ഇൻ എ ലാംഗ്വേജ് ക്ലാസ് റൂം ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ഗ്രാമർ റൂൾസ് ഇൻ ദ മദർ ടങ്. അല്ലേ, ഗ്രാമർ റൂൾസ് മദർ ടങ്ങിൽ വിശദീകരിക്കും. ആൻഡ് ആ സ്റ്റുഡൻസ് ടു ട്രാൻസ്ലേറ്റ് സെൻറ്റൻസസ് ഫ്രം ദ ടാർഗറ്റ് ലാംഗ്വേജ് ഇൻ ടു മദർ ടങ്. വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് ബീയിങ് യൂസ്ഡ് ഹിയർ? ഇവിടെ ഏതാ ഉപയോഗിക്കുന്നത്? ഏതായിരിക്കും? മദർ ടങ്ങിൽ ഇത് പഠിപ്പിക്കുക. നോക്കൂ, ഇൻ എ ലാംഗ്വേജ് ക്ലാസ് റൂം ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ഗ്രാമർ റൂൾസ് ഇൻ ദ മദർ ടങ്. ഗ്രാമർ റൂൾസ് മദർ ടങ്ങിൽ പഠിപ്പിക്കും, എന്നിട്ടോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അല്ലേ, അപ്പോൾ അത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. ഓപ്ഷൻ D ആണ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. എല്ലാം MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഗ്രാമർ ട്രാൻസ്ലേഷന് പകരം നിങ്ങൾ ഓഡിയോ ലിംഗ്വൽ ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ബൈലിംഗ്വൽ ചെക്ക്. എന്താ ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ ബൈലിംഗ്വൽ മെത്തേഡാണ്. ഐ ആം സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സംടൈംസ് ഐ ആം സ്പീക്കിംഗ് ഇൻ മലയാളം. ഐ ആം യൂസിങ് 2 languages. Okay, that is called a bilingual method. Let us go to the 5th question. What is the primary focus of structural approach? എന്താ സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ അടിസ്ഥാനം ഏതാണ്? സെയിം, B. Answer is the B, option B, grammar and sentence structure. Okay, structural approach gives importance to grammar and sentence structure. മറ്റു ഓപ്ഷൻസ് ഏതാ? വൊക്കാബുലറി ബിൽഡിംഗ് അല്ല, C. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ല, D. ഡിസ്കോഴ്സ് അനാലിസിസ് അല്ല. ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് പെഡഗോജിയിൽ മാത്രമേ നടക്കുള്ളൂ. മറ്റേ ഇതിൽ സ്ട്രക്ചറൽ അപ്രോച്ചിലോ ഗ്രാമറിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ലെറ്റ് us ഗോ ടു ദ 6th one. Dash emerged as a theory of learning from the work of Thorndike, Pavlov and Skinner. ഇതാരൊക്കെയാ? തോണ്ടൈക്ക്, പാവ്ലോ ആൻഡ് സ്കിന്നർ, BF സ്കിന്നർ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ 3 പേരും ബിഹേവിയറിസ്റ്റുകളാണ്. എന്താ? തോണ്ടൈക്കും പാവ്ലോവും ആണെങ്കിൽ അവർ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള സൈക്കോളജിക്കൽ തിയറി മുമ്പോട്ട് വെച്ചതാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. സ്കിന്നർ ആണെങ്കിലോ ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന തിയറി മുമ്പോട്ട് വെച്ചതാണ്. എന്താ ഇവരുടെയൊക്കെ പ്രത്യേകത? കോഗ്നിറ്റിവിസം. ഇവർ കോഗ്നിറ്റിവിസ്റ്റുകളല്ല. പിയാഷെ തുടങ്ങി മുതലാണ് കോഗ്നിറ്റിവിസം നടക്കുന്നത്. ബിഹേവിയറിസം കറക്റ്റാണോ? യെസ്. തോണ്ടൈക്ക്, പാവ്ലോ ആൻഡ് സ്കിന്നർ, all these 3 psychologists are behaviorists. They believed in behaviorism. Constructivism അല്ല, social constructivism അല്ല. Okay, 6th one answer is B. Next is SOS. എന്താണ് SOS? സിറ്റുവേഷണൽ ഓറൽ. ഓക്കെ, എന്താണ്? സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ചാണ്. എന്താ ഈ സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? ഒരു സ്ട്രക്ചർ പഠിപ്പിക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ നോക്കൂ, എൻ്റെ കൈ ഉയർത്തുന്നു. ഐ ആം ലിഫ്റ്റിംഗ് മൈ ഹാൻഡ്, 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 ഐ ഹാവ് ലിഫ്റ്റഡ് മൈ ഹാൻഡ്. ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ കൈ പൊക്കിയിട്ട് ഒടുവിലോ ഐ ഹാവ് ലിഫ്റ്റഡ് മൈ ഹാൻഡ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് പഠിപ്പിക്കുന്ന, ഒരു സന്ദർഭോചിതമായി പഠിപ്പിക്കുന്ന ഒരു മെത്തഡോളജിയാണ് സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്. ഓർമ്മിക്കുക, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ചാണ്, മെത്തേഡല്ല. ഓക്കെ, ഇത് നമ്മളിപ്പോഴും ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷൻ അപ്രോച്ച് വേണമെങ്കിൽ ചെയ്യാം.
If you want to teach the meaning of a vocabulary, or if you want to teach a grammatical item, we can use it, but please do it in a meaning focused context. Okay. Question number 8. Learners must memorize grammar rules and vocabulary and translate large amount of text into English if their teacher is using it. ഏതാണ്? Very simple. It is not direct method. B. It is not natural approach. അല്ലേ? Natural approach അല്ല. What about C? Grammar translation method. Of course, it is grammar translation method ആണ്. കാരണം ട്രാൻസ്ലേറ്റ് എന്നുള്ള വാക്ക് തന്നെ അതിലുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റെമ്മിൽ കാണിക്കുന്ന പിന്നെ ഗ്രാമർ എന്ന വേർഡ് ഉണ്ടെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 9. In an English classroom, students work in small groups to discuss the topic, share ideas, and build meaning together, while the teacher guides and supports the learning process. Which learning perspective is related to this? ഇതേതാണ്? ഒരു ക്ലാസ് മുറിയിൽ കുട്ടികൾ ഗ്രൂപ്പുകളായി ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച നടത്തുന്നു, പരസ്പരം ആശയവിനിമയം നടത്തുന്നു, എന്നിട്ട് അവർ ഒരു അറിവ് നിർമ്മിക്കുന്നു. ഈ പ്രക്രിയ ഇതിലാണ് ഉള്ളത്. ഈ പ്രക്രിയ ബിഹേവിയറിസത്തിലില്ല. എ. ബി. ഇൻഡിവിജ്വൽ കോഗ്നിറ്റീവ് ലേണിംഗ് അല്ല, കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ്, അതിലില്ല. സി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. കറക്റ്റ് ആൻസർ ഏതാ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം എന്താ? ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് മുറിയിൽ മാത്രമേ ഏതാ കുട്ടികൾ ഗ്രൂപ്പായി തിരിയുകയുള്ളൂ, ഒരു പ്രത്യേക പ്രശ്നം ചർച്ച ചെയ്യുകയുള്ളൂ, ആശയവിനിമയം നടത്തുകയുള്ളൂ. അതുകൂടാതെ ടീച്ചർ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ പഠന പിന്തുണ അല്ലെങ്കിൽ സ്കാഫോൾഡ് നൽകുകയും ചെയ്യുന്നുള്ളൂ. അത് അങ്ങനെയുള്ള സ്കാഫോൾഡ് നൽകുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് മുറിയിലാണ്. ആരാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? ഹൂ പ്രപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് social constructivist approach? It was proposed by Lev Vygotsky, a Russian psychologist and linguist. Okay, now let us come to the 10th question. What is it? Which of the following is not a feature of traditional classroom? Not എന്ന വാക്ക് നോക്കി, അത് പറ്റിക്കും നമ്മുടെ ട്രഡീഷണൽ. സാധാരണ ഇത് ട്രഡീഷണൽ അല്ല, മോഡേൺ ക്ലാസ് റൂം അല്ല, ട്രഡീഷണൽ ക്ലാസ് റൂമുമായി ബന്ധപ്പെടാത്ത സെൻറ്റൻസ് ഏതാണ്? ടീച്ചേഴ്സ് റോൾ ഈസ് ഡയറക്റ്റീവ് റൂട്ടഡ് ഇൻ അതോറിറ്റി. ട്രഡീഷണൽ ക്ലാസ് റൂം അങ്ങനെയാണ്, ടീച്ചറുടെ അതോറിറ്റിയാണ്. മോഡേൺ ക്ലാസ് റൂമിലല്ല. മോഡേൺ ക്ലാസ് റൂമിൽ ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ഈസ് എ സ്കാഫോൾഡർ, ടീച്ചർ ഈസ് എ ഗൈഡ്, യു ക്യാൻ സേ. സോ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി. ലേണിംഗ് ഈസ് ഇൻ്ററാക്റ്റീവ്, ബിൽഡിംഗ് ഓൺ വാട്ട് ദ സ്റ്റുഡൻസ് ഓൾറെഡി നോ. ഇതേതാണ് രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷനിൽ ലേണിംഗ് ഇൻ്ററാക്റ്റീവ് ആയിരിക്കും, മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പഠിക്കുക അല്ലേ? മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഇൻ്ററാക്റ്റീവ് ക്ലാസ് മുറി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലാണ്. അത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ ക്ലാസ് റൂമിലില്ല. അപ്പോൾ ബി ആണ് ആൻസർ. ആൻസർ ഈസ് ദ ബി. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10, answer is B. Let us go to 11th one. In 11th MCQ, വീണ്ടും നോട്ട് വന്നിരിക്കുന്നു. വിച്ച് ഈസ് നോട്ട് എ റോൾ ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എ. ടീച്ചർ അസിസ്റ്റ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ കോഗ്നിറ്റീവ് പ്രോസസ്. ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു, അത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ നടക്കും. ബി. ദ ടീച്ചർ എൻകറേജസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസ് എമംഗ് സ്റ്റുഡൻസ്. ഓഫ് കോഴ്സ് ക്ലാസ് റൂമിൽ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ചോദ്യോത്തരങ്ങൾ കുട്ടിയും അധ്യാപകനും തമ്മിലുണ്ടാവും. തേർഡ് വൺ, ദ ടീച്ചർ ഗിവ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ടീച്ചർ ഒരിക്കലും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കില്ല. കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ എപ്പോഴും ദ ടീച്ചർ വിൽ ഗിവ് ഓൺലി പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ ദെർഫോർ ആൻസർ ഈസ് സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ MCQ number 11. Let's pass over to question number 12. Which approach is geared towards learning whose main goal is to use English to communicate in real world? റിയൽ വേൾഡിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അപ്രോച്ച് ഏതാണ്? വിച്ച് അപ്രോച്ച് ഈസ് ഗിയർഡ് ടുവേർഡ്സ് ലേണിംഗ് ഹൂസ് മെയിൻ ഗോൾ, വാട്ട് ഈസ് മെയിൻ ഗോൾ, മെയിൻ ഒബ്ജക്റ്റീവ് is to use English to communicate in the real world.
അതാണ് വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു CLT പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് പറയുമ്പോൾ എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ പ്രത്യേകത ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസി, ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു സ്പീക്കിംഗ്, importance is given to fluency and accuracy. Therefore, the correct answer is B, communicative approach. റിയൽ ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, റിയൽ വേൾഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് CLTയിലാണ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിലാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. മോസ്റ്റ് ഓഡിയോ ലിംഗ്വൽ മെറ്റീരിയൽസ് ആർ ഡിസൈൻഡ് ടു ഹെൽപ്പ് ലേണേഴ്സ് ഡെവലപ്പ് ദെയർ. എന്തിനാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, ഓഡിയോ മീൻസ് ലിസണിങ്, ലിംഗ്വൽ മീൻസ് സ്പീക്കിംഗ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? A is listening and speaking, B reading and writing, C spelling and punctuation, and D vocabulary and fluency. The correct answer is option A, listening and speaking. Okay, so A is the correct answer for question number 13. Let's go to question number 14. The natural approach to language teaching was proposed by Stephen Krashen and Tracy Terrell, Noam Chomsky, Vygotsky. ഞാൻ ഓരോ ആളെക്കുറിച്ചും പറയാം. സ്റ്റീഫൻ ക്രാഷനും ട്രാസി ടെറലും കൂടിയിട്ടാണ് നാച്ചുറൽ അപ്രോച്ച് എന്നുള്ള സമീപനം കൊണ്ടുവന്നത്. നോം ചോംസ്കി ആണെങ്കിലോ, നോം ചോംസ്കി മുമ്പോട്ട് വെച്ച സമീപനമാണ് ഏതാണ്? ഇന്നേറ്റ്നെസ് ഹൈപ്പോത്തിസിസ്, കോഗ്നിറ്റീവ് തിയറിയാണ്. ഇന്നേറ്റ്നെസ് ഹൈപ്പോത്തിസിസ് എന്താ? ഇന്നേറ്റ്നെസ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ജന്മനാ തന്നെ, എല്ലാ മനുഷ്യർക്കും ജന്മനാ തന്നെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എല്ലാവർക്കും. ഏതുപോലെയാണ്? ഒരു വിത്ത് മുളക്കുമ്പോൾ എന്താ വിത്തിൻ്റെ പ്രത്യേകത? വിത്തിൻ്റെ ഉള്ളിൽ തന്നെ മുളക്കാനുള്ള ഒരു പ്രത്യേക ജീനുണ്ട്, ഒരു ജനറ്റിക്കൽ രൂപമുണ്ട്. പക്ഷെ എന്ത് വേണം? ആ വിത്ത് മുളക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണം. അതേപോലെയാണ് ചോംസ്കി പറഞ്ഞത്. ഒരു കുട്ടിക്ക് ജന്മനാ തന്നെ തൻ്റെ ബ്രെയിനിൽ ഏതുണ്ട്? ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്. വെൻ എ ചൈൽഡ് ഈസ് ബോൺ, ദ ചൈൽഡ് ഹാസ് ഇൻ ഹിസ് ഓർ ഹെർ ബ്രെയിൻ what is known as a language acquisition device, LAD, or what is known as universal grammar. Because of universal grammar, child will be able to acquire language. അത് നമ്മൾ അടുത്തതിൽ പഠിക്കും. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട് അതിൽ. അപ്പം നോം ചോംസ്കി ഇന്നേറ്റ്നെസ് ഹൈപ്പോത്തിസിസ് ആണ്, ലേ വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്, B.F. സ്കിന്നർ ബിഹേവിയറിസ്റ്റ് ആണ്. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. The natural approach was proposed by two linguists, Stephen Krashen and Tracy Terrell. Okay? So A is the correct option. Let's go to the 15th question. First the teacher presents present perfect. Next students try using it in structured exercises. Finally students to try to have a conversation together using the present perfect. ദിസ് ഈസ് നോൺ ആസ്, ഓർമ്മിക്കുക, ആദ്യം ടീച്ചർ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിപ്പിക്കും. അതിനുശേഷം കുട്ടികൾ എന്ത് ചെയ്യും? അതിനെ ചില എക്സസൈസുകൾ ചെയ്യും. ഒടുവിൽ എന്ത് ചെയ്യും? ഫൈനലി സ്റ്റുഡൻസ് ട്രൈ ടു ഹാവ് എ കോൺവെർസേഷൻ. പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ടൊരു സംഭാഷണം ഉണ്ടാക്കും. ഇതിനെന്താ പറയുന്നത്? TPR എന്നാണോ? PPP ആണോ? TTT ആണോ? SOS ആണോ? എന്താണ് TPR? ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് അല്ല. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്താ? ആദ്യം ടീച്ചർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഒരു കമാൻഡ് കൊടുക്കും, അതിനനുസരിച്ച് കുട്ടികൾ ഹോൾ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ് TPR. എന്താണ് PPP? പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. ഇവിടെ നടക്കുന്നതാണ് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷനോ പ്രസൻറ്റ് പെർഫെക്റ്റ് ബൈ ദ ടീച്ചർ, സ്റ്റുഡൻസ് പ്രാക്ടീസ് ഇറ്റ്, ഇൻ ദ എൻഡ് സ്റ്റുഡൻസ് യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അതുകൊണ്ട് PPP മീൻസ് പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. അതാണ് കറക്റ്റ് ആൻസർ. TTT എന്താ? TTT? ടെസ്റ്റ്, ടീച്ച്, ടെസ്റ്റ്. ആദ്യം ഒരു ടെസ്റ്റ് കൊടുക്കും, പിന്നീട് പഠിപ്പിക്കും, പിന്നെ വീണ്ടും അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു ടെസ്റ്റ് കൊടുക്കും. ഓർമ്മിക്കുക. SOS സ്ട്രക്ചറൽ, ഓറൽ, സിറ്റുവേഷണൽ അപ്രോച്ചാണ്. കറക്റ്റ് ആൻസർ ഈസ് B, PPP, പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. ഓർമ്മിക്കുക എല്ലാവരും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരാം. ഇതിപ്പോഴും നമ്മൾ ആ തരത്തിൽ ഉപയോഗിക്കുന്നില്ല.
അപൂർവം ക്ലാസ് മുറികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. PPP നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഈ 16th വൺ, വിച്ച് ക്യാൻ ബി കോൾഡ് ആൻ ഓഥൻറ്റിക് ടെക്സ്റ്റ്. ഓർമ്മിക്കുക, ഈ ഓഥൻറ്റിക് ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ക്ലാസ് മുറിയിലെ ടെക്സ്റ്റ് ബുക്കിനെ ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയില്ല, സപ്ലിമെൻ്ററി റീഡറിനെ ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയില്ല, വർക്ക് ബുക്കിനെ ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയില്ല. പക്ഷേ ടീച്ചേഴ്സ് പുറത്തുനിന്ന് എടുക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനെ ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു റെയിൽവേ ടൈം ടേബിളിനെ ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയും. അല്ല, ഇങ്ങനെ എടുക്കുന്ന റിയൽ വേൾഡിൽ കാണുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു സ്കോർ ബോർഡോ അല്ല ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനോ, ഇതിനെയൊക്കെ വേണമെങ്കിൽ നമുക്കെന്താ ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയാം. ഈ ഓഥൻറ്റിക് ടെക്സ്റ്റ് അധികവും ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലാണ്. അപ്പോൾ ഓർമ്മിക്കുക, വിച്ച് ക്യാൻ ബി കോൾഡ് ആൻ ഓഥൻറ്റിക് ടെക്സ്റ്റ്. ഒരു ഓഥൻറ്റിക് ടെക്സ്റ്റ് എന്ന് പറയാവുന്നത് കോഴ്സ് ബുക്ക് അല്ല, ഗ്രേഡഡ് റീഡർ അല്ല. എന്താണ് ഗ്രേഡഡ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ ക്ലാസ്സിനും അനുയോജ്യമായ വായനാ സാമഗ്രിയാണ്. 1ാം ക്ലാസ്സിലാവുമ്പോഴോ ധാരാളം ചിത്രങ്ങളും കുറച്ച് മാത്രം പ്രിൻ്റും ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കായിരിക്കും. 2ആവുമ്പോഴേക്കോ പ്രിൻറ്റിൻ്റെ എണ്ണം കൂടുകയും ചിത്രങ്ങൾ കുറയുകയും, വലിയ ക്ലാസ്സിലെത്തുമ്പോഴേക്കോ കൂടുതൽ പ്രിൻറ്റുകളും ചിത്രം വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഓരോ ക്ലാസ്സിനനുസരിച്ചുണ്ടാക്കുന്ന വായനാ സാമഗ്രിക്ക് പറയുന്ന പേരാണ്, സ്റ്റുഡൻ്റ് ലെവലിനനുസരിച്ച് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഗ്രേഡഡ് റീഡർ. ഗ്രേഡഡ് റീഡറും ഓഥൻറ്റിക് ടെക്സ്റ്റ് അല്ല. വർക്ക് ബുക്കും അല്ല. അപ്പോൾ ആൻസർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഈസ് ആൻ ഓഥൻറ്റിക് ടെക്സ്റ്റ്. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ഈസ് ZPD. എന്താണ് ZPD എന്ന് പറഞ്ഞാൽ? ആരുടെ കോൺസെപ്റ്റാണ്? ZPD was put forward by Lev Vygotsky. I had told you Lev Vygotsky put forward the idea of social constructivism. What are the 3 cardinal principles, 3 important principles of Vygotskian theory? So number 1, collaborative learning. Number 2, scaffolding or supporting by the teacher. Number 3, expanding the ZPD of the child. ഒരു കുട്ടിയുടെ സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൽ എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പഠനം നടക്കും. എന്താണ്? കുട്ടിയുടെ മുന്നറിവിൽ നിന്ന് കുട്ടി പുതുതായൊരു അറിവ് നേടുന്ന ആ ലെവലിലേക്ക് എത്തുമ്പോൾ, ഒരു ചാലഞ്ചിങ് ആയ ലെവലിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ പ്രസൻറ്റ് ലെവലും ഈ ചാലഞ്ചിങ് ലെവലും തമ്മിലുള്ള ആ വ്യത്യാസത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോ ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 17 ഈസ് A. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ പെഡഗോജി, എന്താ പെഡഗോജി? ബോധനശാസ്ത്രം. ഇൻ പെഡഗോജി, വാട്ട് ഡസ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പ്രൈമറിലി അഡ്രസ്? ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് മാറ്റർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്? നോ, അത് ക്ലാസ് റൂം മാനേജ്മെൻ്റ് അല്ല, ടീച്ചറുടെ പ്ലാനിംഗ് ആണ്. സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ്, അത് ടീച്ചറുടെ ക്ലാസ് റൂം മാനേജ്മെൻ്റ് അല്ല, പെഡഗോജിക്കാണ്. ഓരോ കുട്ടിയെയും എൻഗേജ് ചെയ്യുക എന്നുള്ളത്. എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് അതുമല്ല. പിന്നെന്താണ്? ക്രിയേറ്റിംഗ് എ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ, അനുകൂലമായ ഒരു അന്തരീക്ഷം അല്ലേ? ഈ ബെഞ്ചിനെയും ഡെസ്കിനെയും ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ വളരെ സന്തോഷകരമായ സിറ്റുവേഷൻ ഉണ്ടാക്കുക, ആഹ്ലാദകരമായ സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതുകൊണ്ട് ദെർഫോർ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്രസ്സ് ചെയ്യുന്നത് ഓപ്ഷൻ നമ്പർ ഡി ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി, ക്രിയേറ്റിംഗ് എ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ. So we are going to question number 19. A method of language teaching devised by Caleb Gatton-Go is, the answer Caleb Gatton-Go. അദ്ദേഹം ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ് അല്ല, സൈലൻറ്റ് വേ ആണോ? ഓർമ്മിക്കുക, സൈലൻറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് ഓൾമോസ്റ്റ് സൈലൻറ്റ്. ടീച്ചർമേ കുറച്ച് സംസാരിക്കും അല്ലേ? സൈലൻറ്റ് വേ വാസ് ഡിവൈസ്ഡ് ബൈ കാലബ് Gatton-Go. In this method, teacher speaks very little and learners actively discover and produce language. So therefore, for question number 19, the correct option is option B, silent way. Caleb Gatton-Go, he proposed the methodology called, method of teaching language called silent way. Now let us go to question number 20, which is the method of teaching reading in which the child comes to associate the shape of a letter with the sound. ഒരു അക്ഷരവും അതിൻ്റെ ശബ്ദവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ പേരെന്താ? അക്ഷരവും ശബ്ദവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ പേര് ഈസ് ഇറ്റ് ലുക്ക് ആൻഡ് സേ മെത്തേഡ്? നോ, ലുക്ക് ആൻഡ് സേ മെത്തേഡ് അല്ല, ഫോണിക്സ് മെത്തേഡ്. എന്താണ് ഫോണിക്സ്? ഫോണിക്സ് മെത്തേഡ്.
ഏതൊരു വാക്കിനും അതിൻ്റെ ഒരു സൗണ്ടുണ്ട്. ഏതൊരു വാക്കിനും ഏതൊരു അക്ഷരത്തിനും അതിൻ്റെ സൗണ്ടുണ്ട്, അതിൻ്റെ ഗ്രാഫീമുണ്ട്, ഫോണീം. എന്താ ഗ്രാഫീം എന്ന് പറഞ്ഞാൽ അക്ഷരം എഴുതുന്നതിനാണ് ഗ്രാഫീം എന്ന് പറയുന്നത്. അതിൻ്റെ സൗണ്ടിനെ എന്താ പറയുന്നത്? ഫോണീം എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു വാക്കിൻ്റെ അക്ഷരത്തെയും ശബ്ദത്തെയും ബന്ധിപ്പിക്കുന്ന മെത്തേഡ് ഏതാണ്? കറക്റ്റ് ആൻസർ ഈസ് ദ ഫോണിക് മെത്തേഡ്. ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. That is, how are we teaching the students the relationship between letter and sound? Phonemes or phonic method. So therefore the correct answer is the phonic method. Okay, which of the following is not an objective of teaching poetry? അടുത്തത്, പോയട്രി പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെയാണ് ഒബ്ജക്റ്റ്? ദ മാസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ. പോയട്രി പഠിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ? ഓർക്കുക, ടു അപ്രീഷിയേറ്റ് ദ ടെക്സ്റ്റ്. ആ കവിത അപ്രീഷിയേറ്റ് ചെയ്യാനാണോ? ആണ്. ടു ഡെവലപ്പ് ഈസ്തറ്റിക് സെൻസ്, സൗന്ദര്യബോധത്തിനാണോ? ആണ്. ടു എൻഹാൻസ് ഇമാജിനേഷൻ, അല്ലെ, ഇമാജിനേഷൻ വർദ്ധിപ്പിക്കാനോ? ആണ്. പക്ഷേ ഫസ്റ്റ് വൺ എ, ടു മാസ്റ്റർ ട്രാൻസ്ലേഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ, ഓപ്ഷൻ എ, to master translation is the correct answer. Okay, let's go to 22. Who is considered the master of constructivism? Who is the master of constructivism? A, Noam Chomsky, B, Jean Piaget, C, Jerome Bruner, D, B.F. Skinner. ആരാ കൺസ്ട്രക്റ്റിവിസം മുമ്പോട്ട് വെച്ചത്? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം മുമ്പോട്ട് വെച്ചത് ജീൻ പിയാഷെ ആണ്. നോം ചോംസ്കി എന്താ മുമ്പോട്ട് വെച്ചത്? നോം ചോംസ്കി മുമ്പോട്ട് വെച്ചത് ഇന്നേറ്റ്നെസ് തിയറിയാണ്. ഓരോ കുട്ടിക്കും ജന്മന ഭാഷ പഠിക്കാനുള്ള യൂണിവേഴ്സൽ ഗ്രാമർ കുട്ടിയുടെ ബ്രെയിനിലുണ്ട് എന്നാണ് നോം ചോംസ്കി പറഞ്ഞിരിക്കുന്നത്. പിയാഷെയാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ബ്രൂണർ ആരാണ്? ബ്രൂണർ ഒരു മോഡേൺ ലിംഗ്വിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്. അദ്ദേഹമാണ് സ്പൈറൽ കരിക്കുലം മുമ്പോട്ട് വെച്ചത്. അല്ലെങ്കിൽ വൈഗോട്സ്കി പറയുന്ന ഏതാണ് സ്കാഫോൾഡിങ്ങിൻ്റെ തിയറിയെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ബ്രൂണറാണ്. പിന്നെ ബി എഫ് സ്കിന്നറോ? ബി എഫ് സ്കിന്നറാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പറൻ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ബിഹേവിയറിസത്തിൻ്റെ വക്താവാണ്. അല്ലെ, കറക്റ്റ് ആൻസർ ഫോർ 22 ഈസ് ബി, ജീൻ പിയാഷെ. സോ സ്റ്റുഡൻസ്, in this episode we have covered 22 questions. So therefore these 22 questions are taken from the CATET test exams. So we have been following all the question papers appeared in CATET since 2012 onwards. Okay, so thank you very much. I hope you will go through the video, you will go through this episode and you will try to understand the concepts and you will work on it. Thank you very much.